ഹായ്, ഞാൻ ഷൈജ സ്വരൂപ്. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പുട്ടാണിത്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചിക്കൻ ഉണ്ടെങ്കിൽ നമുക്ക് പണി ഏറ്റവും സുഗമമായിട്ട് മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. പൊതുവേ നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ പുട്ടും കടലയോ പുട്ടും ചെറുപയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഈ ചിക്കൻ പുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു കറിയുടെ ആവശ്യമില്ല, വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അരിപ്പൊടി, തേങ്ങ ചിരകിയത്, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, മല്ലിയില, കറിവേപ്പില, ഒരു 2 പച്ചമുളക് മതി, സവാള ചെറുതായി അരിഞ്ഞതാണിത്, തക്കാളി, ഉപ്പ് പാകത്തിന്, വെളിച്ചെണ്ണ, ചിക്കൻ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്തതാണിത്. ഇത് നന്നായി നമ്മളൊന്ന് പീൽ ചെയ്ത് വെക്കണം. ഇനി ഇത് നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ആദ്യം ഒരു പാൻ വെച്ച് ഇത് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇടാം. സവാള അത്യാവശ്യം ഒന്ന് നല്ലവണ്ണം വഴണ്ടി വരണം. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പം വേഗം ഒരു ബ്രൗൺ കളറായി മാറും. അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ് ഇത് നന്നായി വഴറ്റാം. ആ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ ഒരു പച്ച മണം മാറി കിട്ടണം. എന്നിട്ട് നമ്മൾ 2 പച്ചമുളക് ഇവിടെ കീറി വെച്ചതുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മുളക് പൊടി, എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഇട്ടാൽ മതി. നമ്മൾ കുരുമുളക് ഇട്ട് വേവിച്ച ചിക്കനാണ്, അതുകൊണ്ട് എരി ഒരുപാട് ആവശ്യമില്ല. കുറച്ച് മുളക് പൊടി, ഇത് ഗരം മസാലപ്പൊടിയാണ്, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മതി കുരുമുളക് പൊടി. അതിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ആ മസാലകളുടെ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി, ഒന്ന് ചെറുങ്ങനെ ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് അത് റെഡിയായി വരട്ടെ. അപ്പോഴത്തേക്ക് നമ്മളിവിടെ പുട്ടുപൊടി നമുക്ക് കുഴച്ചെടുക്കാം. ഒരു നുള്ള് ഉപ്പിട്ടിട്ട് നമ്മൾ സാധാ പുട്ടുപൊടി കുഴച്ചെടുക്കുന്ന മാതിരി തന്നെ അധികം വെള്ളം ചേർക്കാതെ ഇത് കുഴച്ചെടുക്കാം. ഒരുപാട് വെള്ളമായാൽ പുട്ടുന്ന ആവി വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം എടുത്ത് റെഡിയാക്കി എടുക്കുന്നത്. പുട്ടുപൊടി നമ്മളിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്, ഇതിവിടെ മാറ്റി വെക്കാം. നമ്മുടെ ഈ ഉള്ളിയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ചൊരു വെള്ളം, ഒരു സ്പൂണ് വെള്ളം മതിയാവും. ഒന്ന് കറക്റ്റ് ആവാൻ വേണ്ടി എടുത്തതാണ്. ഇവിടെ ഉള്ളിയൊക്കെ ഇതാ നന്നായി കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന
മല്ലിച്ചപ്പ്, കുറച്ച് കറിവേപ്പിലയും ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പം നമ്മുടെ ഗ്രേവി ഇതവിടെ റെഡിയായി. ഇതാ നന്നായി കുഴഞ്ഞിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, എല്ലാ ചിക്കനും ഉള്ളിയും തക്കാളിയും എല്ലാം നല്ല നീറ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് പുട്ട് ചുടാനുള്ള നമ്മുടെ കുറ്റിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് അടുപ്പത്തേക്ക് വെക്കാം. ഇത് നമ്മുടെ ഈ കുറ്റിയിലേക്ക് നമ്മൾ സാധാ പുട്ടിന് ചെയ്യുന്ന മാതിരി തന്നെ കുറച്ച് തേങ്ങ ഇടുക. എന്നിട്ട് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഗ്രേവി അത് ഓരോ തേങ്ങ ഇട്ടതേ മാതിരി തന്നെ ഗ്രേവി ഇട്ടിട്ട് നമ്മുടെ പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതേമാതിരി തന്നെ നമ്മുടെ തേങ്ങ ഇട്ട് നമ്മുടെ ഗ്രേവി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പുട്ടുപൊടി പിന്നെ ഇട്ട് കൊടുക്കുക. കുറച്ചുകൂടെ തേങ്ങ, ഇത്തിരി ഗ്രേവിയും കൂടെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇതൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ പുട്ട് ഇവിടെ ആവിയൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ആവി പറക്കുന്ന അടിപൊളി ചിക്കൻ പുട്ട്. ഇത് നല്ല ചൂടോട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മുടെ ചിക്കൻ പുട്ട് ഇത് അവിടെ റെഡി ആയിരിക്കുന്നു. അടിപൊളിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി അടുത്തൊരു ഡിഷായിട്ട് ഞാൻ ഇനിയും വരും. എല്ലാവർക്കും ബൈ.